മക്കളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ കുസാറ്റ് കേരളത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റീസിലൊന്നാണ് കുസാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിയാൽ ഒരു നാഷണൽ ലെവൽ റെക്കഗ്നീഷനുള്ള യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ് എന്ന് പറയുന്നത്. ഞാൻ കുസാറ്റിൽ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞുള്ള വിദ്യാർത്ഥിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുസാറ്റിൽ അഡ്മിഷൻ എടുത്ത ടൈമിൽ ഒരുപാട് മിസ്റ്റേക്സ് കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അതിന് റിഗ്രറ്റ് ചെയ്യുന്നു. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. വിഷമിച്ചിട്ട് കാര്യമില്ല, കാരണം പാസ്റ്റ് ഈസ് പാസ്റ്റ്. കാരണം ഞാൻ അപ്ലൈ ചെയ്ത ടൈമിൽ ഫസ്റ്റ് ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ NCL നോൺ ക്രിമിലിയർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് OBCന്റെ ഒരു ഇതുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ നോൺ ക്രിമിലിയർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈവൻ ഞാൻ നോൺ ക്രിമിലിയർ വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കൂടി എനിക്ക് 300 അടുത്ത് റാങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം NCL മാറ്റി നിർത്തി കഴിഞ്ഞാൽ 300 അടുത്ത് റാങ്ക് ഉണ്ടായിരുന്നു. NCL വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 100 മുകളിൽ റാങ്ക് വന്നേനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാളും ആ ടൈമിൽ +2 ഒരു 4 മാർക്സിന്റെ കുറവുള്ള എൻ്റെ സുഹൃത്തിന് 140 ആ ഒരു റേഞ്ചിൽ റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും 4 മാർക്സ് അധികം ഉള്ളതുകൊണ്ട് അതിനേക്കാളും മുകളിൽ റാങ്ക്, ഒരു മാർക്കിനൊക്കെ നല്ല റാങ്ക് മുകളിലേക്ക് കയറും. കുസാറ്റിന് അങ്ങനെ ആയിരുന്നു. അന്ന് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, എൻട്രൻസിലായിരുന്നു, കോവിഡാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി കുസാറ്റ് അന്ന് NCL മിസ് ചെയ്യാൻ പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള മൈൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 1 ഇയർ പോയി പഠിക്കണം. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്തായിരുന്നു എക്സാം എഴുതാൻ. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോവിഡ് വരികയും എനിക്ക് കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല. അപ്പം പെട്ടെന്ന് എനിക്ക് അന്നേരം അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ കുസാറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുസാറ്റ് എടുത്തു. അപ്പം അടുത്തായിട്ട് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് ഫില്ല് ചെയ്ത സമയത്ത് ഈ ബ്രാഞ്ചസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വലിയൊരു മിസ്റ്റേക്ക് കാണിച്ചു. അതായത് ഞാനന്ന് എനിക്ക് ഫിസിക്സ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഞാൻ ചൂസ് ചെയ്തു. അതിൽ എൻ്റെ അച്ഛൻ KCBയിലായിരുന്നു ആ ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്തും ഒക്കെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഫിക്സ് ചെയ്തു എടുത്തു. പക്ഷെ അതും ഒരു മണ്ടത്തരമായിരുന്നു. എൻ്റെ ധാരണ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വരുമ്പോൾ 2 സ്ട്രീമിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നൊക്കെ കരുതി അങ്ങനത്തെ ഒരു കുറേ തെറ്റായ ധാരണകൾ. ഓക്കെ, കാരണം ഞാൻ എന്ത് ചെയ്തു, ഇത് ചൂസ് ചെയ്തു. ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വലിയൊരു മണ്ടത്തരം കാണിച്ചത്. കാരണം എൻ്റെ ഈവൻ ജനറൽ കാറ്റഗറിയിൽ അതിൻ്റെ റിസർവേഷൻ എനിക്ക് നഷ്ടമായെങ്കിൽ കൂടിയും ആ ജനറൽ കാറ്റഗറിയിൽ റാങ്ക് വെച്ചിട്ട് എനിക്ക് സ്റ്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി പോസിബിൾ ആയിരുന്നു. അതേപോലെ തന്നെ അവിടുത്തെ ഏറ്റവും മികച്ച പ്രോഗ്രാം നേവൽ ആർക്കിടെക്ചറിൽ എനിക്കൊന്ന് ട്രൈ ചെയ്യാമായിരുന്നു. ഓക്കെ, NCL ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ട്രൈ ചെയ്യാമായിരുന്നു. അതുകൂടാണ്ട് CSE എനിക്ക് വെക്കാൻ ഞാൻ +1 കമ്പ്യൂട്ടർ സയൻസ് അതും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾ മോശം ആയതല്ല, പക്ഷേ എൻ്റെ ഒരു നീഡ് അനുസരിച്ചിട്ട് എനിക്ക് സേഫ്റ്റി മതിയായിരുന്നു. ഇപ്പം സ്റ്റിൽ എനിക്ക് സേഫ്റ്റിയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ആഫ്റ്റർ ബിടെക്. ബട്ട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഓരോ റിഗ്രറ്റുകൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഓരോ കോഴ്സുകളെ പറ്റി പഠിക്കുക. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങളുടെ നീഡ് എന്താണ്, നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ആണോ വേണ്ടത്, നിങ്ങൾക്ക് അത് ഓരോ കോഴ്സിനുള്ള ഇൻട്രസ്റ്റ് വേണം. നിങ്ങൾ ഇലക്ട്രിക്കൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ പ്രോജക്റ്റുകളൊക്കെ ചെയ്ത് +1 +2 പഠിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. കോഡിംഗ് ആണെങ്കിൽ അതുമായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. അതെല്ലാം നിങ്ങൾ പ്ലേസ്മെന്റ്സ് ആണ് പ്യൂർലി ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ നോക്കണം കോഴ്സസ്. അത് ഞാൻ വരുന്ന വീഡിയോസിൽ പറയാം. ജസ്റ്റ് ഇതൊരു ഇൻട്രോ വീഡിയോ ആണ്. വരുന്ന വീഡിയോയിൽ നമുക്ക് കുസാറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യും. ഓപ്ഷൻ രജിസ്ട്രേഷനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും.